മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ ഡി എം കെ ബില്ല് കത്തിച്ച് പ്രതിഷേധിക്കും. രാവിലെ 11 മണിക്ക് സംസ്ഥാന വ്യാപകമായി പ്രവർത്തകർ ബില്ല് കത്തിക്കും. ഇന്ന് മുതൽ 3 ദിവസം കരിങ്കൊടി പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, നേരത്തെ തമിഴ്നാട്ടിലെ പഴയ ഹിന്ദുവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കാര്യം ഓർക്കുമായിരുന്നു. മണ്ഡല പുനർനിർണയ ബില്ല് എങ്ങാനും പാസ്സാവുകയാണെങ്കിൽ ഒരുപക്ഷെ രൂക്ഷമായ പ്രതിഷേധം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ആദ്യ സംസ്ഥാനം, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ പോകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. നേതാവ് സ്റ്റാലിനാണ്. മനേഷ്, ആഷ്മി, അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് എം കെ സ്റ്റാലിൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് അത് തന്നെയാണ്. അതായത് വലിയ തോതിലുള്ള പ്രതിഷേധം ദക്ഷിണേന്ത്യയിൽ നിന്നുണ്ടാവും, അതിൻ്റെ മുൻപിൽ തമിഴ്നാട് ഉണ്ടാകും, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഞാനും ഉണ്ടാകുമെന്ന് തന്നെയാണ് എം കെ സ്റ്റാലിൻ പറയുന്നത്. അതായത് ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുന്ന സമരങ്ങളുടെ ഒരു ചുക്കാൻ അതെന്തായാലും സ്റ്റാലിൻ്റെ കൈവശം തന്നെയായിരിക്കും. ആ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രഖ്യാപിച്ചത് ഇന്നിപ്പോൾ ഒരു ദിവസത്തെ കരിങ്കൊടി പ്രതിഷേധം എന്ന രീതിയിൽ മാത്രമാണ്. പക്ഷേ രാവിലെ നാമക്കലിലെ DMK ഓഫീസിലായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉണ്ടായിരുന്നത്. അവിടെയാണ് കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ചത്. അതിനൊപ്പം തന്നെ ബില്ല് കത്തിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധവും എം കെ സ്റ്റാലിൻ അവിടെ നടത്തിയിരുന്നു. അതാണിപ്പോൾ സംസ്ഥാന വ്യാപകമായി നടത്താനുള്ള തീരുമാനത്തിലേക്ക് DMK എത്തുന്നത്. അത് രാവിലെ 11 മണിക്ക് എല്ലാ ഓഫീസുകളിലും, അത് ഈ പഞ്ചായത്ത് തലങ്ങളിലുള്ള ഓഫീസുകൾ മുതൽ DMK ഓഫീസുകൾ മുതൽ സംസ്ഥാന തലത്തിലുള്ള ഓഫീസുകൾ വരെ അത്തരത്തിലുള്ള സംസ്ഥാന വ്യാപകമായുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ നിലവിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഒരു ദിവസത്തെ കരിങ്കൊടി പ്രതിഷേധം അത് ഓഫീസുകളിലും DMK ഓഫീസുകളിൽ, DMK പ്രവർത്തകരുടെ വീടുകളിൽ, അങ്ങനെ DMKയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ഒരു ദിവസം കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് 2 ദിവസം കൂടി, അതായത് ഇന്ന് മുതൽ 3 ദിവസം കരിങ്കൊടി പ്രതിഷേധം നടത്താനുള്ള ഒരു ആഹ്വാനവും DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. അതായത് ഒരു ദിവസത്തെ പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇന്ന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. മാത്രമല്ല, കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക്, ബില്ല് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ DMK കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നൊരു സൂചന തന്നെയാണ് DMK നിലവിൽ നൽകുകയും ചെയ്യുന്നത്. ആഷ്മി, പ്രവിത. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.